ഇല്ല. ഒളിച്ചൊടിയേ ഞങ്ങൾ ഒന്നിച്ച് രണ്ടുപേരും ഒളിച്ചൊടിയേ. വീട്ടുകാരടുപ്പിച്ചില്ല മുഞ്ചി തിരിഞ്ഞ് ഞങ്ങൾ ഒന്നിച്ച് അല്ല ഒറ്റയ്ക്ക് മുഞ്ചി തിരിഞ്ഞ്. എല്ലാവർക്കും നമസ്കാരം. ലജിത നായർ അതിവിടെ നോട്ട് ചെയ്തതുകൊണ്ട് ആ പോയിന്റ് പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഒളിച്ചോടിയതാണ് സ്ഥിരം പരിപാടി. വീട്ടുകാരെയൊക്കെ പറ്റിച്ച് കുറേ എണ്ണം ഒളിച്ചോടാറുണ്ടല്ലോ, വീട്ടുകാരെയൊക്കെ വേദനിപ്പിച്ചിട്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സ്വന്തം തള്ളയും തന്തയോളം നമ്മൾ ആരും കരുതാൻ പോകുന്നില്ല. നമ്മളെ സ്വന്തം തന്തയും തള്ളയും നമ്മളെ ഈ ഭൂമിയിൽ കരുതിയില്ലെങ്കിൽ അവരെക്കാളും അപ്പുറം നമ്മൾ ഒരാൾ കരുതുമെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയറാണ്. കരുതില്ല എന്നൊന്നും 100% ഞാൻ പറയില്ല, റെയറാണ്. ചിലപ്പോൾ ചില പാർട്ട്നേഴ്സ് കരുതാറുണ്ട് എന്ന് വെച്ചിട്ട് എല്ലാവരും എങ്ങനെയാണെന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് എൻ്റെ പേഴ്സണൽ അനുഭവമാണ് കേട്ടോ, അല്ലെങ്കിൽ എൻ്റെ ഒപ്പീനിയനാണ്. എൻ്റെ അപ്പനെ അമ്മയോളം എനിക്ക് ഈ ഭൂമിയിലൊന്നും വലുതായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരെ വിഷമിപ്പിച്ചുകൊണ്ട് ഞാനൊരു പരിപാടിക്ക് നിൽക്കത്തില്ല, ഞാൻ ഒളിച്ചു വിടാനും പോകത്തില്ല. എന്നെ കൊണ്ടുപോകാനും ഒരു പെണ്ണുമില്ല, അത് വേറെ സത്യം. അതല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം. നമുക്ക് ബാക്ക് ടു സബ്ജക്റ്റിൽ വരാം. അപ്പോൾ ഈ വീട്ടുകാരെയും തേച്ചൊട്ടിച്ച് അവരെയും സമൂഹത്തിൻ്റെ മുന്നിൽ നാണം കെടുത്തിക്കൊണ്ട് ഒളിച്ചോടുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. എടുത്തു ചാടിയാണ് ആ തീരുമാനത്തിലോട്ട് അവർ പോകുന്നത്. പ്രേമിച്ച പയ്യൻ, കാമുകൻ, എൻ്റെ ഇഠായിക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീട്ടുകാരെ വരെ ത്യജിച്ചിറങ്ങിയിരിക്കുകയാണ് ഇഠായി എന്ന് പറഞ്ഞും കൊണ്ട് ഇറങ്ങിപ്പോവും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇന്നാവിടി അമ്മച്ചിയുടെ മാവും കലോ എന്ന് പറഞ്ഞും കൊണ്ട് ഇതാ കിടക്കും ഈ ഒരു അവസ്ഥ. എല്ലാവരും അല്ല കേട്ടോ, എൻ്റെ ഈ വീഡിയോ കാണുന്ന ടീംസിലും ചിലപ്പോൾ ഒളിച്ചോടിയിട്ട് പോയി കല്യാണം കഴിച്ച് പിന്നെ അടിപൊളിയായിട്ടൊക്കെ ആയി ഫാമിലിയൊക്കെ ആയിട്ട് ഒത്തുപോയിട്ട് ഇപ്പോൾ അടിപൊളിയായിട്ട് സെറ്റായിട്ട് പോകുന്ന ടീംസൊക്കെ കാണും. അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കും, കാണും. ചിലപ്പോൾ അവർ കമൻറ്റ് ചെയ്യണമെന്നൊന്നും ഇല്ലെങ്കിലും അവർ കാണും. ഓക്കെ, അതല്ല നമ്മുടെ ഇവിടുത്തെ ടോപ്പിക്. എന്നാൽ ഇങ്ങനെ ചില ടീംസ് വീട്ടുകാരെയൊക്കെ വിഷമിച്ച് വേദനിപ്പിച്ച് അവരെ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒളിച്ചോടാറുണ്ട്. നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും നമുക്ക് വേണ്ട, എങ്കിലും ഞാൻ പറയുന്നതാണ്. അങ്ങനെ അവർക്കൊരു നാണക്കേട്, ഗിൽറ്റ് ഫീൽ എല്ലാം ഉണ്ടാവും. അങ്ങനെ നാണം കെടുത്തിക്കൊണ്ട് ഒളിച്ചോടിയിട്ട് അവസാനം കൊണ്ടുപോയവൻ തേച്ചൊട്ടിക്കും. പിന്നെ ഇവളുമാർ കിടന്ന് കൈയും കാലും ഇട്ട് അടിച്ച് കരയും. ഇവിടെ ലജിത നായർ, ഇത് ഒരു നായർ യുവതിയാണ്. ജാതി മതമൊന്നും പറയുന്നതല്ലേ. പക്ഷേ നമ്മുടെ നാട്ടിൽ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജാതി സ്പിരിറ്റ് ഉണ്ട്. യാവൻ്റെയൊക്കെ ഉള്ളിലില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട്. എൻ്റെ ഉള്ളിലില്ല, കാരണം എനിക്ക് ഈ ജാതിയും അങ്ങനെയൊന്നും നമ്മൾ നോക്കാറില്ല. എന്തെങ്കിലും തേങ്ങ ആയിക്കൊണ്ടോട്ട് അതുപോട്ട്. അപ്പോൾ ചിലവരുടെ ഉള്ളിലെങ്കിലും അല്ലെങ്കിൽ കുറച്ച് പഴയ ആൾക്കാരുടെ ഉള്ളിലെങ്കിലും കാണും. അങ്ങനെ ലജിത നായർ എന്ന് പറയുന്ന ഈ പെൺകുട്ടി ഒരു അവരെക്കാളും താഴ്ന്ന ജാതിയിലോട്ടുള്ള ഏതൊരു പയ്യൻ്റെ കൂടെയാണ് പോയിട്ടുള്ളത്. അതൊരു ജാതി സംഭവം, ഒരു ലോക്കാണ് അവിടെ, അത് വിഷയമാണ്. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള മടി കാണും. എന്നാൽ ഇവിടെ അതല്ല ട്വിസ്റ്റ്. പിന്നെ ഈ ലജിത എന്ന് പറയുന്ന പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ. കാരണം ഈ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് ആ പയ്യനെ അവരെ അക്സെപ്റ്റ് ചെയ്തില്ലെന്ന്. എന്നാൽ ഇവളുമായിട്ട് വേർപിരിഞ്ഞു എന്ന് അറിഞ്ഞപ്പോൾ ആ പയ്യനെ അവരെ അക്സെപ്റ്റ് ചെയ്തെന്നും ഇവളെ അക്സെപ്റ്റ് ചെയ്തില്ല. നാരി ലജിതയുടെ അച്ഛനും അമ്മയും അവിടെ വന്നപ്പോൾ അടി കൊമ്മാലെ എന്ന് പറയുന്നത് പോലെ എനിക്ക് എവിടെയൊക്കെ ഒരു ഡൗട്ട് അടിച്ചു. എവിടെ ഇവള് പറയുന്ന കാര്യങ്ങളൊരു വ്യക്തതയില്ല. പിന്നെ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. ഈ ഒരു വിഷയമില്ലേ, ഈ ലജിത പറയാൻ പോകുന്ന വിഷയം ഇവളുടെ വീട്ടിൻ്റെ അകത്ത് കുടുംബക്കാരുമായിട്ടിരുന്ന് പറഞ്ഞ് തീർത്തിട്ട് പോകേണ്ട കേസാണ്. നാണം കെട്ട ഏർപ്പാടാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. ഇതുകൊണ്ട് നാട്ടുകാരുടെ ഇടയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നാളെ നിനക്കൊക്കെ പുറത്തിറങ്ങി നടക്കണ്ടേ ഉളുപ്പില്ലാതെ എന്നുള്ളൊരു ചോദ്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട് കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ അങ്ങനെ തോന്നി, ഇങ്ങനെയും മനുഷ്യന്മാരോടെ ഈ വീട്ടിൽ നടക്കുന്ന എല്ലാ തുമ്മണവും തുപ്പിയൊക്കെ തൂറിയും കാര്യം അടക്കെടുത്ത് നാട്ടുകാരെ കാണിക്കുന്നത് എന്തിനാ എനിക്കറിയാൻ പാടില്ല. അടി ഗൊമ്മാലെ. അതുപോലെ തന്നെ ഫോണും തിരിഞ്ഞു പോയോ, സ്റ്റാൻഡ് തട്ടി കേട്ടോ. സോറി, നിങ്ങളാരും എന്നെ തെറ്റിദ്ധരിക്കരുത്, അറിയാതെ എൻ്റെ കാലൊന്ന് തട്ടിയതാണ്. എവിടെ പോണത്, ഒന്ന് അടങ്ങിയിരി ഫോണേ. കറക്റ്റ് അല്ലേ? ഓക്കെ. അപ്പോൾ അതാണ് വിഷയം. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലജിത ഒളിച്ചോടിപ്പോയി ലവനും വേണ്ട, ഇപ്പോൾ വീട്ടുകാർക്കും വേണ്ട, മൊത്തത്തിലൊരു അവിയൽ പരുവത്തിലാണ്. വീട്ടിൽ പറഞ്ഞ് തീർക്കേണ്ട കാര്യം, വീട്ടുകാരുമായിട്ടിരുന്ന് സംസാരിച്ച് തീർക്കേണ്ട കാര്യം നാട്ടുകാരുടെ ഇടയിൽ കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് കൈയടി വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോഴത്തെ പുതിയൊരു ട്രെൻഡാണ് ഒളിച്ചോടുക, അല്ലെങ്കിൽ ഡിവോഴ്സ് ആവുക, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അടിച്ച് കുടുംബക്കാരെ കുറ്റം പറഞ്ഞ് വന്നിരുന്ന് വീഡിയോ ഇട്ടുണ്ടാക്കി നാട്ടുകാരുടെ സഹതാപം പിടിച്ച് പറ്റി റീച്ച് ഉണ്ടാക്കുക എന്നുള്ളൊരു പരിപാടി. എക്സാമ്പിൾ ഞാൻ ഒരാളെ പറഞ്ഞുതരാം. ഷിംജിതയെ പറ്റിയിട്ട് ഞാൻ ഇനി പറയുന്നത്, ഷിംജിത അല്ലല്ലോ, ഷാജിദ, സോറി. ഈ അപരാധിയുടെ പേര് ഇടയ്ക്കിടയ്ക്ക് വായിക്കരുത് വരും. ഷാജി. എല്ലാവരും മറന്നു കാണണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഷാജിയും ഇതുപോലെ തന്നെയാണ്. വീട്ടുകാരെയും കുടുംബക്കാരെയൊക്കെ ചെളിവാരി അടിച്ചുകൊണ്ടാണ് രംഗത്ത് വരുന്നത്.
സ്വന്തം ഉമ്മാന്റെ ഷെട്ടി ഡാൻസ് വരെ അടുത്ത് പുറത്ത് വിട്ടിട്ടൊക്കെയാണ് റീച്ച് ഉണ്ടാക്കിയത്. അങ്ങനെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ നാട്ടുകാർക്ക് മനസ്സിലായി ഇവളാണ് പ്രശ്നം, അവരല്ല പ്രശ്നം. അതുപോലത്തെ ഒരു കേസാണ് ഇപ്പോൾ ഇവിടെ എനിക്ക് ഈ ലജിത നായരിലും ഫീൽ ആയിട്ടുള്ളത്. എന്തായാലും ലജിത വന്ന സ്ഥിതിക്ക് പറഞ്ഞിട്ട് പോ. ഞാനിപ്പോൾ ഒരു കാര്യം പറയാനുള്ള വേറൊന്നുമല്ല, എൻ്റെ ജീവിതത്തിനെ പറ്റിയുള്ള കാര്യം തന്നെ. ഇതുവരെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ ഡൈവേഴ്സ് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ. ഇന്നലെ ഇവിടെ വരുന്ന ഒരാൾ എൻ്റെ അച്ഛനോട്, എൻ്റെ അച്ഛനെ ഇവിടെ ഈ 21 താമരശ്ശേരിയിലുള്ള എല്ലാ ആൾക്കാരും അറിയും. എൻ്റെ അച്ഛൻ ആദ്യം ബസ് ഡ്രൈവറായി. ഇതൊന്നും ഞാൻ പറയരുത് എന്ന് വിചാരിച്ച കാര്യങ്ങളാണ്. അച്ഛൻ തൗഫീക്ക് ബസ്സിൽ പോയിട്ടുണ്ട്, ഇപ്പോഴും ഇടയ്ക്ക് പോകലുണ്ട്. ഇവിടെ ഇപ്പോൾ പെരുമ്പള്ളി അങ്ങാടിയിൽ ഓട്ടോ ഓടിക്കുകയാണ്. ഒരാളോട് പറഞ്ഞതാണ് എൻ്റെ കാര്യം പറഞ്ഞപ്പം ഓളെ കാര്യം പറയണ്ട, ഓളെ ഞങ്ങൾ ഒഴിവാക്കിയാണ്, എന്ത് വന്നാലും തിരിഞ്ഞു നോക്കൂലാന്ന്. നിങ്ങൾ തിരിഞ്ഞു നോക്കൂല എന്നുള്ള, അതായത് ഒരു തിരിഞ്ഞു നോക്കൂല എന്നുള്ള 100% ബോധ്യമായ കാര്യമാണ്. ഓർക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഓര് എന്നെ വിളിക്കുകയൊക്കെ ചെയ്യലുണ്ടായിരുന്നു. വീട്ടിലെന്തെങ്കിലും പണി, റോഡിന്റെ പണി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവിടെ പണിക്ക് ആവശ്യമുണ്ടോ അന്ന് ചിഞ്ചൂര ചെല്ലനും ചന്ദ്രയ്ക്കും വേണ്ടിയിരുന്നു. ഇപ്പൊ ഈ എന്റെ എക്സ് ഹസ്ബൻഡ് ഉദയകുമാർ എന്നാണ് ആളെ പേര്. ഇതൊന്നും ഞാൻ പറയാൻ വിചാരിച്ച കാര്യം. നീ പറയണോന്ന് വിചാരിച്ച കാര്യം അല്ലെങ്കിൽ പിന്നെ നീ എന്നാത്തിനാ പറയുന്നത്? എല്ലാ അവരാതെ വിളിച്ചു പറഞ്ഞിട്ട് പറയും ഞാൻ ഇതൊന്നും പറയണമെന്ന് വിചാരിച്ചില്ല. പിന്നെ എന്തിനാ പറഞ്ഞത്? എടാ നിന്റെ അച്ഛൻ നിന്നെ ആരുടെ മുന്നിൽ ആരോ വന്ന് ചോദിച്ചപ്പം അവളായിട്ട് നമുക്കൊരു ബന്ധമല്ല എന്നുള്ള സെറ്റപ്പിൽ സംസാരിച്ചതിന് നീ നാട്ടുകാർ മൊത്തം അറിയിച്ചിട്ടുണ്ട്. വിളിച്ചപ്പോൾ കേരളം മൊത്തം, ഇതിപ്പോൾ മലയാളികൾ മൊത്തം ഇത് കാണുന്ന സമയത്ത് മനസ്സിലാക്കും. നിനക്കൊന്നും ഒരു സാമാന്യ ബോധമില്ലേടേ? ഉള്ള കാര്യമാണ് ചോദിക്കുന്നത്. എന്തോന്നടേ ഇത് ഒന്നീ കോടതി പോയി കേസ് വാദിച്ച് ഡിവോഴ്സ് വാങ്ങി വീടുകളിൽ പിരിഞ്ഞു പോകും, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് അടിച്ച് തീർക്ക്, സംസാരിച്ച് തീർക്ക്. എന്തിനാണിത് നാട്ടുകാരുടെ കൊണ്ടിട്ട് ചീഞ്ഞളിയാൻ നിൽക്കുന്നത്? ആ അപ്പൻ അമ്മ ജീവിതത്തിൽ എടുത്ത ഏറ്റവും തെറ്റായ തീരുമാനമൊന്നും അവരിപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നതായിരിക്കും. അല്ലാണ്ട് പിന്നെ എന്താ പറയുന്നത്? പിന്നെ ഞാനൊരു കാര്യം പറയാം, ആ വീട്ടുകാരെ സ്വന്തം അപ്പനെ അമ്മയെ നാണം കെടുത്തിക്കൊണ്ട് വല്ലവൻ്റെയും കൂടെ ഒളിച്ചോടി പോയപ്പോൾ ആലോചിക്കണമായിരുന്നു അവരനുഭവിച്ചിട്ടുള്ള മാനസികാവസ്ഥ. ഇപ്പം നിനക്കൊരു പ്രശ്നം വന്നപ്പോൾ വന്നിരുന്ന് മോങ്ങുന്ന സമയത്ത് അവർ നിന്റെ കൂടെ ഇല്ലാത്തതാണ് അവർ ചെയ്തത് തെറ്റല്ലേ? നിനക്ക് അടുപ്പിച്ചതേ വലിയ അത്ഭുതം എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കണം. ഇനി അവനെന്തോ ചിലവനൊന്നും കൊടുക്കാതെ തിരിഞ്ഞു നോക്കാതെ ഇട്ടിരുന്ന സമയത്ത് ഇവളുടെ വീട്ടുകാർ തന്നെയാണ് ഇവൾക്ക് ചിലവന് കൊണ്ടു കൊടുത്തത്, സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് ഇവളുടെ വീട്ടുകാരന് ഇവളെ വെറുത്തെങ്കിൽ ഇവളുടെ കയ്യിലിരിപ്പ് അവിടെ എന്തോ ഒരു സംഭവം ഉണ്ടെന്നുള്ളൊരു കാര്യം വ്യക്തമാണ് കേട്ടാ. അതുപോലെ ഇവളുമായിട്ട് ഡിവോഴ്സ് ആയെന്ന് പറഞ്ഞപ്പോൾ അവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവളുടെ വീട്ടുകാർ നിന്നിട്ടുണ്ടെങ്കിൽ ഇവളുടെ ഭാഗത്ത് ബിഗ് മിസ്റ്റേക്ക് ഉണ്ടെന്നുള്ളൊരു കാര്യം വ്യക്തമാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു, അവൻ ഇട്ടിട്ട് പോയ സമയത്ത് ഇവർക്ക് ചിലവിനൊക്കെ കൊടുക്കാനും ഇവർക്ക് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാനും ഇവൾ അപ്പനും അമ്മയും സ്വന്തം അപ്പനും അമ്മയും ഇറങ്ങിയതിന് ശേഷം പിന്നെ ഇവർക്കെതിരെ തിരിയണമെങ്കിൽ ഇവളെന്തോ കന്നം തിരിവ് കാണിച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യം വ്യക്തമാണ്. നാണമില്ലേ? ഇനി അവരുടെ സൈഡ് വന്നിട്ട് അവർ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നീ വീണ്ടും തഞ്ഞിട്ടും ഈ ഷാജിയൊക്കെ റീച്ച് ഉണ്ടാക്കിയതുപോലെ സ്വന്തം കുടുംബക്കാരെയും വീട്ടുകാരെയും ചെളിവാരെ അടിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ ഇറങ്ങിയതാണ് കൊച്ച്. എങ്കിൽ അങ്ങ് വീട്ടിൽ പോയി കവന്നാണെന്ന് ഉറങ്ങുന്നതായിരിക്കും നല്ലത്. വീട്ടിൽ പോയി പറഞ്ഞു തീർക്ക് പ്രശ്നങ്ങൾ. അല്ലാണ്ട് ഞാനിതൊന്നും പറയണമെന്ന് വിചാരിച്ചല്ല, പക്ഷേ എൻ്റെ 100ഓളം ഫ്രണ്ട്സ് എന്നോട് റിക്കമെൻഡ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ആ ഒരു സെറ്റപ്പ് ട്രാക്കൊന്നും പിടിക്കാൻ നിൽക്കല്ലോ എൻ്റെ പൊന്നു ചേച്ചി. ഉള്ള കാര്യം പറയാം, പോയി കവന്നിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇത് കുടുംബ കോടതിയൊന്നുമല്ല. ഇതിപ്പം കുറേ പേർക്ക് ഞാൻ തന്നെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഏതൊക്കെയോ വിഷയങ്ങൾ വന്ന് ചിലവരൊക്കെ സ്വയം ജീവനൊടുക്കിയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് ഈ എല്ലാ വഴികളും എല്ലാ വാതിലുകളും അടഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അത് തുറന്നു പറയുക. ഇവിടെ നിന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവുന്നു. പക്ഷെ ഇതിപ്പം തുമ്മിയാലും തുപ്പിയാലും തൂറിയാലും എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഒരു അവസ്ഥ ഉണ്ടായല്ലോ. ഇതിപ്പോൾ ഒന്നിനും ഒരു ഇത് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. നമ്മൾ ഇന്ന് ഇതൊക്കെ സപ്പോർട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നാളെ ഓരോ പെണ്ണുങ്ങൾ ഇതുപോലെ വീട്ടിൽ നടക്കുന്ന കഞ്ഞി പരിപാടി പ്രശ്നങ്ങളെല്ലാം എടുത്ത് നാട്ടുകാരുടെ മുന്നിലിട്ട് വീട്ടുകാരെയും കുടുംബക്കാരെയും ചെളിവാരെയും അടിച്ച് ഇതുപോലെ ഇറങ്ങിത്തിരിക്കും. സപ്പോർട്ട് ചെയ്യില്ലേ? ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. മതി ചേച്ചി പറ ബാക്കി. അന്നപ്പം ആളെ എതിരെ ഞാനിപ്പോ കേസ് കൊടുത്തു. ഒരു കാര്യവും ചെയ്തു തരാത്ത ഒരാളാണ്. അത് എന്റെ വീട്ടുകാർക്ക് അറിയുന്ന കാര്യമാണ്. വീട്ടുകാർ കുറെ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് സാധനമായി തന്നിട്ടുണ്ട്. അപ്പം ഈ അച്ഛനും അമ്മയും തന്നെ കുറെ വീട്ടിലേക്ക് സാധനങ്ങളും കാര്യങ്ങളും വാങ്ങി തന്നിട്ടുണ്ട്. വീട്ടുകാർ ഇപ്പം നിന്നെ തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിൽ നിന്റെ കയ്യിലിരിപ്പിൽ എന്തോ നല്ല വിഷയമുണ്ട്. അതുപോലെ നീ ഒളിച്ചോടിയതിനു ശേഷവും
നിന്നെ അവൻ നോക്കാതിട്ടിരുന്ന സമയത്തും നിനക്കുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ നിന്റെ അച്ഛനമ്മയും വാങ്ങി തന്നിട്ടുണ്ടെന്ന് നീ തന്നെ ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെ വാങ്ങി തന്നുകൊണ്ടിരുന്ന് നിന്നെ നോക്കിയ വീട്ടുകാരെ നിന്നെ എന്തുകൊണ്ട് നോക്കുന്നില്ല? അതൊരു ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് നീ മാത്രം വന്നിരുന്ന് അടിക്കുന്ന കുണം കേട്ടിട്ട് വാവ് ലജിത ചേച്ചി സൂപ്പർ, ചേച്ചി എല്ലാവരും സപ്പോർട്ട് ചെയ്യൂ എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടാ. പറയുന്ന കാര്യത്തിലൊക്കെ കഴമ്പ് വേണം. ഇതൊരു തേങ്ങയുമില്ല. നമുക്ക് നാട്ടുകാരെ ബോധിപ്പിക്കാൻ ഒരു ഭർത്താവിന്റെ ഒരു ആവശ്യം ഇവിടെ വരുന്നില്ല, ഒരു കാര്യത്തിലും വരുന്നില്ല. പിന്നെ എന്റെ ചേച്ചീന്റെ ഹസ്ബൻഡ് രജിത്രാജ്, എല്ലാരും പേരെടുത്ത് പറയുന്നത് എന്തുകൊണ്ടറിയും? ഇതൊന്നും ഞാൻ പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങളല്ല. അത്രയ്ക്കും വിഷമമുണ്ട് ഉള്ളില്. രജിത്രാജിനോട് ഞാൻ പറഞ്ഞു, എന്ത് പിന്നെ നിങ്ങൾക്ക് ആർക്കും ഞാനൊരു ബാധ്യത ആവില്ല, അങ്ങനെ തോന്നുന്ന ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. അന്നപ്പോ എന്നോട് എന്താ വെച്ചറിയോ, നീ ചത്താ കുഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്റെ ചേച്ചി ഇപ്പൊ അടുത്ത് ഓപ്പോളോട് പറഞ്ഞാണ് പോലും ഓനാരും ഇല്ലാന്ന്, ഉദയകുമാറിന് ആരും ഇല്ലാന്ന്. എനിക്കാരുണ്ട്? എനിക്കാരാള്? എന്റെ കല്യാണം ഞങ്ങൾ 2 കാസ്റ്റാണ്. ഞങ്ങൾ നായരും ഉദയകുമാർ തീയനുമാണ്. ഞാനിതൊന്നും ഞാൻ നോക്കിയിട്ടല്ല സ്നേഹിച്ചത്. ഓന്റെ കളറോ ജാതിയോ ഓന്റെ പൈസയോ ഇതൊന്നും ഞാൻ നോക്കിയിട്ടല്ല ഞാൻ സ്നേഹിച്ചത്. നിന്റെ കൂടെ നിൽക്കും എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഒന്നൊന്നുമില്ല. കല്യാണം കഴിഞ്ഞ് 3 തുടങ്ങിയ എന്റെ അമ്മായും പ്രശ്നം. ഇത്രയും കൊല്ലം 8 കൊല്ലം ഞാൻ അവിടെ നിന്ന് അനുഭവിച്ചു. ഇപ്പൊ 14 കൊല്ലം കഴിഞ്ഞു. 14 കൊല്ലം ഒരു കാര്യം കൊണ്ടും ഒരു സപ്പോർട്ടും ഒന്നും ഇല്ലാത്ത ഒരാളെ കൊണ്ട് ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഡിവേഴ്സിന് കൊടുത്ത് കഴിഞ്ഞപ്പോ ചെല്ലനും ചന്ദ്രികയ്ക്കും ഒക്കെ എന്തായി? ഉദയകുമാർ നല്ലതും ചിഞ്ചു മോശമായി. ആയിക്കോട്ടെ, പക്ഷെ ഇത് നിങ്ങൾ നാട്ടുകാരോട് പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. അതിനെക്കൊണ്ട് എന്താണ് ഞാൻ നിങ്ങളൊരു വീഡിയോ ചെയ്തിട്ട്. അല്ല ചിഞ്ചു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഇത് വന്ന് പറഞ്ഞപ്പോ എന്ത് കിട്ടി? ഡോളർ കിട്ടിയ? അതാ മനസ്സുഖം കിട്ടിയ? എന്താണ് കിട്ടിയത്? അറിയാത്തോണ്ട് ചോദിച്ചതാണ്. പിന്നെ ചിഞ്ചു ചോദിക്കണമെന്ന് വിചാരിക്കുകയായിരുന്നു. ചോദിക്കാം അല്ലേ? ചിഞ്ചു അത് പോട്ടെ, അല്ലെങ്കിൽ ഞാൻ ചോദിച്ചെന്നായിപ്പോ, അതുകൊണ്ട് വേണ്ട, നമ്മൾ വിട്ട്. ചിഞ്ചു, അപ്പൊ ഞാൻ ചോദിച്ചൊരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ കൊള്ളായിരുന്നു. നിനക്ക് എന്ത് മനസ്സുഖം കിട്ടി ഇവിടെ ഇങ്ങനെ കൊണ്ടിട്ട് നാട്ടുകാരെ അറിയിച്ചപ്പോ നിങ്ങളുടെ വീട്ടിൽ തീർക്കേണ്ട പ്രശ്നം? ഉത്തരം കാണത്തില്ല എനിക്ക്. അപ്പൊ നീ പറയും, ഓ എനിക്ക് ആരും ഇല്ലാത്തോണ്ടല്ലേ ഞാൻ ഇവിടെ പറഞ്ഞത്. പിന്നെ ഓപ്പാണ്. അത് വിട്, അത് മാറ്റി നിർത്തുക. പണ്ടത്തെ കാലഘട്ടത്ത് നമുക്കിപ്പോൾ ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്ത് ഷെയർ ചെയ്യും, നമ്മുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യും. നമ്മൾ കരയും, ചിലപ്പോൾ അവരുടെ അടുത്ത് നമ്മളെ വിഷമം പറയും, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. വിഷമം വന്നു കഴിഞ്ഞാൽ നേരെ എടുക്കും. ഹലോ ഗായ്സ്, ഞാൻ കരയുകയാണ്, ഞാൻ കരയുന്നത് നിങ്ങൾ കാണുന്നില്ലേ? എന്നെ അവൻ അടിച്ചു പിച്ചു മാന്തി നുള്ളി. ഞാൻ ഉമ്മ ചോദിച്ചിട്ട് അവൻ എനിക്ക് ഉമ്മ തന്നില്ല. ഞാൻ കവളത്ത് ഉമ്മ ചോദിച്ചപ്പോൾ അവൻ എനിക്ക് ചുണ്ടത്തുമ്മ തന്നു. ഗായ്സ്, എന്നെ കൂടെ നിങ്ങൾ നിൽക്കത്തില്ലേ? നിങ്ങൾ നിൽക്കണം. ഈ സെറ്റപ്പില് വന്നിരുന്നിട്ട് ഇപ്പൊ കൊണയടിക്കും. ഇതായി കാലഘട്ടം പുരോഗമനം കുറച്ച് കൂടുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. എന്തായാലും ലജിത, ചിഞ്ചു അല്ല, നല്ല പേരാ. പോരാ, ഈ പരിപാടി ഇത്ര പോരാ, നല്ലതല്ല. എനിക്ക് ആരുമില്ല, ചെറുപ്പം തൊട്ടിട്ട് ആരുമില്ല. എന്തൊക്കെ അനുഭവിക്കാൻ പറ്റുമോ അതൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഒരാളെ ഭാഗത്തുനിന്ന് ഒരു സ്നേഹം എനിക്ക് കിട്ടിയിട്ടില്ല. അത് അന്നാണെങ്കിലും ശരി, ഇന്നാണെങ്കിലും ശരി. സഹായിച്ചിട്ടില്ലെങ്കിലും ഉപദ്രവിക്കാൻ നിൽക്കുക. ഞാൻ നാട്ടുകാരോട് പറഞ്ഞ് നടന്നിട്ടില്ല ഇതുവരെ. നിങ്ങൾ ഉദയകുമാർ പറഞ്ഞ് നടക്കുന്നുണ്ട്, പിന്നെ എന്റെ പുരക്കാരും നിങ്ങൾ പറഞ്ഞ് നടക്കുന്നത് കൊണ്ടാണ്. പിന്നെ ഞാനായിട്ട് മറച്ചു വെച്ചിട്ട് നടക്കുന്ന ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ഓരോ ആൾക്കാരെ പേര് വരെ തിരഞ്ഞെടുത്തത്. നാട്ടുകാർ മുന്നിൽ അങ്ങനെ നല്ല ആൾക്കാരെ നടക്കേണ്ട ആവശ്യമില്ല. ഉദയനാണ് താരം. നമ്മുടെ ഉദയൻ ചേട്ടനാണ് ചേച്ചി ഇട്ടിട്ട് പോയെന്നാണ് പറയുന്നത്. എനിക്കിതൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ഞാൻ പറയണമെന്ന് വിചാരിച്ചില്ല. പിന്നെ നാട്ടുകാരൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ നാട്ടുകാരൊന്നും അറിയണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പറയാൻ വേണ്ടി വന്നതാണ്. ഇവിടെ വീട്ടിൽ തീർക്കേണ്ട പ്രശ്നം ഇതിപ്പം കേരളം മൊത്തം അറിയിച്ചല്ലേ. എന്തോന്നടേ ഇതൊക്കെ? നിങ്ങൾക്കൊക്കെ വിവരമില്ലാത്തതാണോ ബോധമില്ലാത്തതാണോ? എന്താണ് പ്രശ്നം? എന്താണ്? ചേച്ചിക്ക് ആരുമില്ല എന്ന് പറയുന്നുണ്ട്. വീട്ടുകാരെ മൂഞ്ചിച്ചുകൊണ്ട് സ്വന്തം അപ്പനെ അമ്മയും നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തിക്കൊണ്ട് ഒരു സമയത്ത് ഇറങ്ങിപ്പോകുന്നു. എന്നിട്ട് നിനക്കൊക്കെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അയ്യോ എൻ്റെ വീട്ടുകാരെന്നെ തിരിഞ്ഞു നോക്കിയില്ല, അവരെന്നെ നോക്കുന്നില്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അമർത്ഥമുള്ളതായിട്ട് നിനക്കൊക്കെ തോന്നുന്നുണ്ടോ? പിന്നെ വന്നിട്ട് ഉളുപ്പില്ലാത്ത രീതിയിൽ അങ്ങ് സംസാരിക്കും. എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇതൊന്നും. വീട്ടുകാർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന്. പിന്നെ എന്തിനു തിരിഞ്ഞു നോക്കണം?
അവർ നീ ഒറ്റപ്പെട്ട് കിടന്ന സമയത്ത് നിനക്കെന്താ അരി സാധനങ്ങളൊക്കെ വാങ്ങി തന്നെന്ന് പറയുന്ന അത് തന്നെ വലിയ കാര്യം. അതെങ്കിലും അവർ ചെയ്തല്ലോ. അതെന്തുകൊണ്ടാണ്? സ്വന്തം മകളായതുകൊണ്ട്. ആ ഒരു കൺസേൺ അവർക്കുണ്ട്. ഇനി നാളെ നിന്റെ മക്കൾ ഇതുപോലെ നിന്നെയൊക്കെ നാണം കെടുത്തിക്കൊണ്ട് വല്ലവൻ്റെയും കൂടെ ഇറങ്ങി പോകുമ്പോഴേ നിനക്കൊക്കെ ഈ വിഷമം മനസ്സിലാകത്തുള്ളൂ. ഈ അപ്പ കാണുന്നവൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഇത്രയും കാലം നിന്നെയൊക്കെ പെറ്റ് നൊന്ത് പ്രസവിച്ച് വളർത്തി പാലും തന്ന് വളർത്തിയ സ്വന്തം അമ്മയും അതുപോലെ നിനക്കൊക്കെ ഞെണ്ണാൻ വേണ്ടിയിട്ടും പഠിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ പൈസ ഇറക്കിയ സ്വന്തം അപ്പനെയൊക്കെ ഒരു നിമിഷം സമൂഹത്തിന്റെ മുന്നിലോട്ട് ഇട്ടുകൊടുത്ത് നാണം കെടുത്തിട്ട് ഇറങ്ങി പോകുമ്പോൾ ചിന്തിക്കുക. മനസ്സിലായ? ചിന്തിക്കുക. അത് നാറിയ പരിപാടി കാണിച്ചിട്ടല്ല മറ്റേ പോപ്പിലെ വർത്താനം പറയേണ്ടത്. അതുകൊണ്ട് എനിക്കതിൽ യോജിപ്പില്ല. ഞാൻ അതുകൊണ്ടാണ് യോജിക്കാത്തത്, വേറെ ഒന്നും കൊണ്ടല്ല. സ്വന്തം നന്ദേന്നുള്ള നാണം കെടുത്തി ഇറങ്ങിപ്പെട്ട് അവർ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമുണ്ട്? അപ്പം അവരെ നാണം കെടുത്തിയാൽ നിനക്കെന്ത് പറയാനുണ്ട്? അതിനെ പറ്റിയിട്ട് എന്താണ് നിന്റെ അഭിപ്രായം? ഇവിടെ ഇനി ഇതുപോലത്തെ പരിപാടിയൊന്നും വച്ച് പൊറപ്പിക്കില്ല കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ചീഞ്ഞളിഞ്ഞ കേസുകളൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. ഇതൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുത്താണ് ഒരു സമയത്ത് സപ്പോർട്ട് ചെയ്ത് വിട്ടുകൊടുത്തതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ഇതുപോലെ ഓരോണം വന്നും കൊണ്ട് ഓരോ കുടുംബങ്ങളെ സ്വന്തം തന്തയും തള്ളയടക്കം വലിച്ചു കയറി നാട്ടിച്ചിട്ട് പോകുന്ന പരിപാടി കാണിക്കുന്നത്. നമ്മുടെ ലജിത കൊച്ചിന്റെ ഒരു വീഡിയോയും കൂടി കണ്ടിട്ട് ഈ നാടകത്തിന്റെ കട്ടനിടാം, നോക്കാം. ഹായ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഞാൻ പോവാന്ന് പറയാൻ വന്നല്ല, വേറൊരു കാര്യം ചോദിക്കാൻ പറഞ്ഞാൽ, ഒരാള് ഒരു വ്യക്തിയെ സ്നേഹിച്ച് കല്യാണം കഴിച്ചു. ആ വ്യക്തിൻ്റെ, അതായത് പെണ്ണിൻ്റെ വീട്ടുകാർക്ക് തീരെ താല്പര്യമില്ലാത്ത കല്യാണമാണത്. ഒരുപാട് കാലം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് അവസാനം ഇനി മുന്നോട്ട് പോകില്ല എന്നൊരു സ്റ്റേജ് എത്തിയപ്പോൾ ഡൈവേഴ്സിനെ കുറിച്ച് ചിന്തിച്ചു. പക്ഷേ അന്നപ്പം വേറെ ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ എൻ്റെ സ്വന്തം ഇഷ്ടത്തിനെടുത്ത തീരുമാനമാണ്. വീട്ടുകാർ പോലും എതിർത്തിട്ടും എൻ്റെ ഇഷ്ടത്തിന് ഈ ചെയ്തത് കൊണ്ട് ഈ സഹിച്ചു നിൽക്കണം എന്ന് പറയുന്നു. അപ്പം പെണ്ണ് അങ്ങനെ സഹിച്ചു നിൽക്കേണ്ടത് ആവശ്യമുണ്ടോ? ഇത് ജീവിതത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾ ഇത് റെഡിയാവും, അല്ലെങ്കിൽ മുന്നോട്ട് പോവും. സ്വയമായി എടുത്ത തീരുമാനം കൊണ്ട് ആരോടും പറയാൻ ഇതാക്കാനും പറ്റില്ല. അപ്പം എന്തുണ്ടെങ്കിൽ നമ്മൾ സഹിക്കണം. സഹിക്കുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോഴാണ് ആ ഒരു വ്യക്തി ഈ ഡൈവേഴ്സിനെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജീവിതകാലം മുഴുവൻ സ്വയമായൊരു തീരുമാനം എടുത്തൊരു കല്യാണം കഴിച്ചത് കൊണ്ട് ജീവിതകാലം മുഴുവൻ എന്താ പറയുക, അവിടെ എല്ലാം സഹിച്ച് ക്ഷമിച്ച് നിൽക്കണം എന്നാണോ? അല്ലെങ്കിൽ ആ ഒരു കെട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഓരോ വ്യക്തികളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യട്ടാ. വളരെ നല്ല മികച്ച അഭിപ്രായം. സ്വന്തം ജീവിതത്തിൽ തീരുമാനങ്ങൾ അവനവൻ എടുക്കണം. അല്ലാണ്ട് ഗൈസ് ഞാൻ ഡിവോഴ്സ് ചെയ്യണോ വേണ്ടയോ, അതോ ഞാൻ ഇനി ഒന്നിച്ച് നിൽക്കാതെ ഇരിക്കണോ? നാട്ടുകാരുടെ ചോദിക്കുന്നത്. ഇവിടെ ഒന്നിച്ച് പോകാൻ പറ്റിയില്ലെങ്കിൽ ഡിവോഴ്സ് എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷനാണ്. പണ്ടത്തെ കാലഘട്ടത്തിൽ ഡിവോഴ്സ് എന്ന് പറയുന്ന കാര്യമൊന്നും ഇല്ല. കാരണം പെൺകുട്ടികൾ വീട്ടിൽ അടിമ കണക്കിന് കിടന്ന് പട്ടിയെ പോലെ പണിയെടുത്ത് അവരുടെ ജീവിതം അങ്ങ് തീർത്തു. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ഒന്നിച്ച് പോകാൻ പറ്റില്ല, ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എടുക്കാം. അത് മറ്റേ മൂഞ്ചാൻ വെച്ചിരിക്കുന്നതല്ല, ഡിവോഴ്സ് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നെയാണ്. നമുക്ക് ഒന്നിച്ച് പോകാൻ പറ്റില്ലെങ്കിൽ, ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഡിവോഴ്സ് എന്ന് പറയുന്ന തീരുമാനം എടുക്കാം. അതുപോലെ ഒരു റിലേഷൻഷിപ്പ് ആയാലും കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ബ്രേക്കപ്പ്, അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. അതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരാൾക്ക് തന്നെ പറ്റുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെസ്റ്റ് ഓപ്ഷനാണ് ബ്രേക്കപ്പ് എടുക്കുക, പോവുക, മോണാവുക. അല്ലാണ്ട് അവിടെ കിടന്ന് പിന്നെ കാലം പിടിച്ച് കെഞ്ചി അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞാൽ ഡിവോഴ്സ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ, ഒന്നിച്ച് പോകാൻ പറ്റിയില്ലെങ്കിൽ. അതുകൊണ്ട് അത് അങ്ങനെ ഇനിയിപ്പോൾ നാട്ടുകാർക്ക് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിപ്പോൾ നാട്ടുകാരുടെ അഭിപ്രായവും സെൻസസും എടുത്തും കൊണ്ട് എവിടെ പോണ്? ചന്തയിൽ പോണം മീൻ മേടിക്കാൻ? എന്തോന്നടാ ഇതൊക്കെ? കാണുമ്പം ചിരിയും വരണ്, ഞാനിങ്ങനെ വായും പൊളന്നിരിക്കുകയും ചെയ്യുന്നുണ്ട്. വല്ലാത്ത അവസ്ഥ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് മൊത്തം ഒരുമാതിരി കണ്ട സമയത്ത് എനിക്ക് അവിയിൽ പരുവത്തിൽ ഫീൽ ചെയ്ത്. എന്തോന്ന് കേസ് കെട്ടുകളെന്തോ ദൈവത്തിനറിയാം. ദൈവമേ, ഓരോ ദിവസം വെറൈറ്റി അനുഭവങ്ങളാണല്ലോ എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. വല്ലാത്ത ഒരവസ്ഥ. അതുപോലെ ഞാൻ അല്ലെങ്കിൽ അതുകൊണ്ടാ പോട്ടെ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെ പറ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.